ഞാൻ പറഞ്ഞില്ലായിരുന്നോ കുറച്ചും കൂടെ വീഡിയോസ് ക്ലിപ്സും ഉണ്ട്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ചെയ്യാമെന്നുള്ളത്. രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു. ഇതെന്ത് ബീൻസാണെന്ന് എനിക്കറിയില്ല. എനിക്ക് മമ്മി നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വിത്ത് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു, പയറിൻ്റെ മത്തൻ്റെ ഒക്കെ. അപ്പോൾ ബീൻസിൻ്റെ ഒരു കുറ്റി ബീൻസാണെന്ന് അങ്ങനെ പറഞ്ഞ്, വല്ലാതെ അങ്ങോട്ട് വള്ളിയിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ വെച്ച് നോക്കിയത് ഇത്രേ വളരുന്നുള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഇങ്ങോട്ട് വലുതാവണില്ല. ഒരു മൂത്ത് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് പൊട്ടിച്ചേക്കാം, ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാമല്ലോ. കുറേ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെയും കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 ചെടി ഉണ്ടാവും, അപ്പോൾ അതിലും കുറച്ചുണ്ടാവാൻ സാധ്യതയുണ്ട്. പൂവിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, പൂവിട്ടിട്ടുണ്ട്. രാവിലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതെനിക്ക് ശീലമാണ്, എപ്പോഴും ചെടികളിങ്ങനെ എന്തായി നമ്മൾ നോക്കുന്ന ശീലം. അപ്പോൾ പൂവിട്ട് വിട്ടുണ്ട്. അവിടെ കുറച്ച് വെയിൽ കുറവുള്ളതുകൊണ്ട് അല്ലാതെ ചെടികളൊന്നും നിലനിൽക്കുന്നില്ല. അങ്ങനെ ബീൻസുകളൊക്കെ പൊട്ടിക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് ചെറുതായിട്ട് സമയം കിട്ടിയപ്പോൾ ഞാൻ ചെറിയ കുരുത്തക്കേട് ക്ലേ വെച്ചിട്ട് കുറേ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്ലിപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്ലേ ഒക്കെ വെച്ച് ചെറിയ ഫ്ലവറും ഒക്കെ ഇട്ട് ചുമരമൊക്കെ അവിടെ ഇടയ്ക്ക് കൊണ്ട് ഒട്ടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഈ ബീൻസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട്, പയർ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ ഈ ബീൻസ് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ ആക്ച്വലി. അത് മുറിച്ചിട്ട് സെപ്പറേറ്റ് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി കുറച്ച് കുഞ്ഞു ബീൻസുകൾ, അപ്പം ഞാനത് അടുത്ത് തന്നെ വെച്ചു. സോ ബീൻസുമായിട്ട് ഞാൻ അടുക്കളയിൽ പോയി. പിന്നീട് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് തിരിഞ്ഞത്. ഞാൻ കുറച്ച് ഒരു കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ടോ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഞാൻ മെയിൻ ഡോറിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് മാല പോലെ ഇങ്ങനെ ഒട്ടിച്ച് തൂക്കിയിട്ടിട്ടുണ്ട്. ബാക്കി വന്ന ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ ചുമരിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കണം എന്നൊക്കെ ഇങ്ങനെ കരുതിയിട്ട് എടുത്ത് വെച്ചതാണ്. ഞാൻ ഇവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ, ടേബിളിൽ നിന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലേ, എല്ലാം കൂടെ പാറി നിലത്ത് വീണു. പിന്നെ അത് കുത്തിയിരുന്ന് പറക്കലായിരുന്നു. കുറച്ച് ഫ്ലവേഴ്സും കുഞ്ഞു കുഞ്ഞ് ബോൾസുകളൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ ഓൾറെഡി ഈ റൂമിൽ ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ കളറ് ഇതായത് പെയിൻറ്റിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കുറേ അവിടെ ഇവിടെയൊക്കെ പാച്ച് വർക്കൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതിൽ ചെറുതായിട്ടൊന്ന് മറയ്ക്കാം എന്നൊക്കെ ഒന്ന് കരുതിയിട്ടാണ് ഞാൻ എവിടെയൊക്കെ ഈ കളറ് എവിടെയൊക്കെ വരക്കുത്തൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ ഇതിങ്ങനെ ഓരോന്ന് ഒട്ടിക്കുകയാണ്, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ തന്നപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ കേട്ടോ, പെയിൻറ്റിങ് ഈ രീതി തന്നെ കുറേ വരയും കുത്തിയും പുള്ളിയൊക്കെ ചുമരുമുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് തന്നതന്നെ. അതുകൊണ്ട് നമ്മളായിട്ട് പ്രത്യേകിച്ച് പെയിൻറ്റിങ് ഒന്നും ചെയ്തില്ല. പിന്നെ എന്തെങ്കിലും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ ഡെപ്പോസിറ്റ് ഒന്ന് കട്ട് ചെയ്യും. അതുകൊണ്ട് ആദ്യത്തെ പിന്നാലൊന്നും പോയില്ല. ഇപ്പോൾ ഇത് ഒട്ടിച്ചാലും ഇത് ഊരുമ്പോൾ വല്ല പെയിൻറ്റ് വിളകി കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും റിപ്പയർ പണിയൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. അല്ലാതെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല ക്യാഷിൻ്റെ ഡയലോഗ് അടിക്കാൻ സാധ്യതകളുണ്ട്. ഈ ചെടി മമ്മി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചുമരും ഓരോന്നായിട്ട് സാധനങ്ങളൊക്കെ ഒട്ടിച്ച് പൂവൊക്കെ ഒട്ടിച്ച് ചെറുതായിട്ടൊരു 10-15 മിനിറ്റ് ഞാൻ അവിടെ അതിൽ സ്പെൻഡ് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ആ വോള് ആകെ ഇങ്ങനെ എംപ്റ്റി ആയിട്ട് വൃത്തികേടായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കിച്ചണിലോട്ട് വെച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് ആ ബീൻസിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയണം. അതുകൊണ്ട് ഞാനത് കുറച്ചേ ഉള്ളൂ എങ്കിലും സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് താളിക്കാമെന്ന് കരുതി. ചെറിയ ഉള്ളി മുളകും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് അത് മുറിച്ചിട്ട് താളിച്ചിട്ട് അത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റ് അറിയണമല്ലോ നമുക്ക്. അതുകൊണ്ട് അതൊറ്റയ്ക്ക് ഒന്ന് വേവിച്ചെടുത്ത് അത് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഞാൻ പയറും കൂടെ ഇതേപോലെ തന്നെ വേവിച്ചെടുത്തു. രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ബാക്കിയിരിക്കുന്ന ഉപ്പുമാവിൻ്റെ കൂടെ ഈ പയറും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പയറിങ്ങനെ വെറുതെ താളിച്ചിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ മമ്മി ഒരു കൂട്ടുണ്ടാക്കുമായിരുന്നു. ഇതേപോലെ പയറും പച്ചക്കായും നന്നായിട്ട് വേവിച്ചിട്ട് അതിലേക്ക് മുളക് പൊടിയും ചെറിയുള്ളിയൊക്കെ കടുകൊക്കെ ഇട്ടിട്ട് വറവിട്ടിട്ട് വേവിച്ച് വയ്ക്കും. തൃശ്ശൂരിലായിരുന്നപ്പോൾ തൃശ്ശൂരിലാണ് എൻ്റെ ഫാദറിൻ്റെ വീട്, മലപ്പുറത്താണ് എൻ്റെ മമ്മിയുടെ വീട്. അപ്പോൾ തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന ഓർമ്മകളൊക്കെ വളരെയധികം എനിക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് കാലം താമസിക്കാനും ഒന്നും പറ്റാതെ ഇരുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. എൻ്റെ ഡാഡിയുടെ വീടാണ്. ഞാൻ യഥാർത്ഥത്തിൽ വളരേണ്ടത് അവിടെയാണ്. പക്ഷേ എൻ്റെ ഡാഡിയുടെ കയ്യിലിരിപ്പോണ്ട് സിറ്റുവേഷൻസൊക്കെ മാറി മറിഞ്ഞ് അതൊരു വലിയൊരു കഥയാണ്. അത് ഞാൻ പിന്നീട് ഒരു സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോകളിലായിട്ട് ചെറിയ ചെറിയ കുട്ടിക്കഥ പോലെ അനുഭവങ്ങളായിട്ടൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം. അന്ന് ഈ മമ്മി പലതരം ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. മമ്മിയുടെ മീൻ കറി വേറെ ടേസ്റ്റായിരുന്നു. അതുപോലെ നല്ല പഴുത്ത മാങ്ങയൊക്കെ വെച്ചിട്ട് കറി വയ്ക്കണം, തേങ്ങ അരച്ച് കറി വയ്ക്കുമായിരുന്നു. ഈ ഉപ്പേരി അവിടെ മോസ്റ്റ്ലി ഉണ്ടാവാറുണ്ട്, ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. അത് മാത്രം മതി. അത് നൊസ്റ്റാൾജിയ ആണ് എനിക്ക്. അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. എൻ്റെ ഡാഡി വലിയ ഫാമിലി ആട്ടോ. വലിയ ഫാമിലി മീൻസ് ഒരുപാട് അംഗങ്ങളുള്ള ഫാമിലി. വലിയ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ തറവാട് അതാണെന്നൊക്കെ ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ അത്രയ്ക്ക് അഹങ്കാരിയൊന്നുമില്ല. ഒരുപാട് 16 മക്കളുണ്ട്. ഡാഡി ഉൾപ്പെടെ 16 മക്കളാണ് അവർ. ഡാഡി 15ാമത്തെ മോനാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. 16ാമത്തെ ഡാഡിക്ക് ഒരു അനിയനും കൂടെ ഉണ്ട്. ബാക്കി എല്ലാവരും മൂത്തവരാണ്. തൃശ്ശൂർ ചിമ്മിനി ഡാമില്ലേ, അവിടെയാണ് വീട്. എല്ലാ ഡാഡിയുടെ ജ്യേഷ്ഠന്മാരും അവരുടെ മക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ ആരുമായിട്ടോ എനിക്ക് കണക്ഷൻ ഇല്ല. കാരണം അവരാരും നമ്മളെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. ആ കുടുംബാംഗത്തിൽപ്പെട്ട ഒരാളാണല്ലോ, അതുകൊണ്ട് അന്വേഷിച്ചില്ല ഇങ്ങോട്ട്. അതുകൊണ്ട് നമ്മളും അങ്ങോട്ട് കണക്ഷൻ വെച്ചിട്ടില്ല. പണ്ടെങ്ങാണ്ടോ ഞാൻ ശ്രമിച്ചായിരുന്നു, അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് പുറത്ത് ജസ്റ്റ് എല്ലാവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് കണ്ട് കറങ്ങി തിരിച്ചു വന്നു. അത് അവർക്കറിയില്ല. ഒരു സമയത്ത് നമുക്ക് കാണാൻ വല്ലാതൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, ആ സമയത്തൊക്കെ അങ്ങനെ പോയി വന്നിട്ടുണ്ട്. പിന്നെ ശേഷം ഞാൻ പോയിട്ടില്ല. അവിടെ എന്തായെന്ന് അറിയില്ല. ആകെ എനിക്ക് അവിടെ ചെറുപ്പത്തിൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്. അവളൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കും, വിശേഷങ്ങളൊക്കെ നോർമലായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എന്നല്ലാതെ എൻ്റെ ഡാഡിയുടെ വീട്ടുകാരെ പറ്റിയിട്ട് ഒരു കണക്ഷനില്ല. പിന്നെ എൻ്റെ ഡാഡിയും കണക്ഷനൊന്നുമില്ല. പുള്ളിക്കാരന് രണ്ടാമത് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ 4-5 കുട്ടികളൊക്കെ ആയി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അവർ സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ ഡാഡിയുടെ ആദ്യത്തെ മകളാണ്. ഒരു അനിയനുണ്ട്. ഡാഡി ഇതുവരെയായിട്ടും വിളിച്ചന്വേഷിച്ചിട്ടില്ല ഞങ്ങൾ ജീവനോടെ ഉണ്ടോ എന്ന്. പക്ഷെ ഞാനും എൻ്റെ മമ്മിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കട്ടോ, എന്തായോ എവിടെ ആയോ ഒരറിവുമില്ല എന്നൊക്കെ പറയും. ചിലപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. അല്ല, ഒന്ന് എന്തിരുന്നാലും ഫാദറല്ലേ, ഞാൻ അവരെ ആദ്യത്തെ മകളല്ലേ, ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ കാണാൻ. ഇപ്പം ഇത്ര വർഷങ്ങളായി ആ വ്യക്തി കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന്, എന്ത് ചെയ്യുന്നു, സേഫാണോ, ഒരു അന്വേഷണമൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, വല്ലാത്തൊരു മനുഷ്യനാണല്ലേ, ഞാൻ ആ വ്യക്തിയുടെ മകൾ തന്നെയാണല്ലോ. എന്നിട്ട് ഇതിന് മാത്രം ഒരു കണ്ണിച്ചോര എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇതാണ്. ഞാൻ ചില ഫാദേഴ്സിനൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറയാം ഭയങ്കര ജലസ് ഫീലിംഗ് തോന്നും. എനിക്ക് അങ്ങനെ ഒരു ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ട് എനിക്കിപ്പോൾ എത്ര കുറച്ച് എൻ്റെ ഡാഡിയുടെ പ്രായമുള്ള ഏത് വ്യക്തികളെ കണ്ടാലും എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗാണ്. ലൈക്ക്, ഓ ഇതെൻ്റെ ഫാദറായിരുന്നെങ്കിൽ, ഓ അതെൻ്റെ ഫാദറായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു. അപ്പോൾ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക്
ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ആ സ്നേഹം പെട്ടെന്ന് വന്നിട്ട് വേറൊരാൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും, അതേസമയം നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ വലുതായി കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ ആലോചിക്കും, എന്തുകൊണ്ടത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നില്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ജീവിക്കേണ്ടത് തൃശ്ശൂരായിരുന്നില്ലേ, അടിച്ചു പൊളിച്ച് എൻ്റെ കസിൻസിൻ്റെ കൂടെ അത്രയും ഫാമിലിയുടെ കൂടെയൊക്കെ ജീവിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നില്ലേ ഞാൻ. അപ്പോൾ അതിൻ്റെ ഇൻസിഡൻറ്റ് എന്താണെന്ന് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അത് എൻ്റെ ഡാഡി കാണിച്ച ഒരു കുരുത്തക്കേടിൻ്റെ ഭാഗമായിട്ട് ഞാനും കുറേ അനുഭവിച്ചു, എൻ്റെ മമ്മി അതിനേക്കാളേറെ അനുഭവിച്ചു. എനിക്ക് ആ അനുഭവം, ഒരു ഫാദർ ഇല്ലാതിരുന്നതിൻ്റെ അനുഭവം, അത് കുറേ എല്ലാവരും അനുഭവിക്കുന്നതായിരിക്കട്ടോ, ഞാൻ മാത്രമൊന്നുമല്ല. ഇതുപോലെ നല്ല നല്ല ഫാദേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള മക്കളും ഉണ്ടാവും. അവർ അനുഭവിക്കുന്ന അനുഭവം ഈ പറഞ്ഞ ഫാദേഴ്സിനും മദേഴ്സിനും അറിയേണ്ട ആവശ്യമില്ല. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകുമ്പോഴുള്ള ചില കുട്ടികളുടെ ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കാണ് ഹേർട്ട് ആവുന്നത്. പിന്നെ പല കുടുംബക്കാരും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതികൾ, തന്തയില്ലാത്തവൾ എന്നുള്ള ട്രീറ്റ് ചെയ്യുന്ന രീതികളുണ്ടല്ലോ, അല്ലെങ്കിൽ തന്ത ഇട്ടിട്ട് പോയവളെന്നൊക്കെ, തന്ത വേറൊരുത്തിൻ്റെ കൂടെ ചാടിപ്പോയവൻ എന്നൊക്കെ പറയുമ്പോൾ, അവരെ മകൾ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ആ ട്രീറ്റ് ചെയ്യുന്ന ചില ആൾക്കാർ നോക്കുന്ന നോട്ടങ്ങൾ പബ്ലിക്കലി, അതൊക്കെ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണങ്ങളിലൊന്നും കൂടാൻ പോകാറേ ഇല്ല. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കാണും ചില സ്ത്രീകളും ഒക്കെ ഇങ്ങനെ അടിമുടി സ്കാൻ ചെയ്ത് നോക്കും. അത് ഒരു നാണം മാറില്ല, നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നമ്മളെ മേലെ മുഴുവൻ താഴെ എല്ലാം അങ്ങോട്ട് തൂക്കും. എന്നിട്ട് ചോദ്യങ്ങൾ, നീ അവരെ മോളല്ലേ, നീ ഇവരെ പേരക്കുട്ടിയല്ലേ, എന്തായി, എന്നിട്ട് ഡാഡി വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. ആൾക്കാർക്ക് കുറേ ഗോസിപ്പ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഇല്ലല്ലോ. പണ്ടത്തെ സമയത്തൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, വീട്ടിലെ അടുക്കള ഭാഗത്തേക്ക് വരുന്ന സ്ത്രീകൾ മുഴുവൻ അതിന് വേണ്ടിയിട്ടാണ്, ഗോസിപ്പ് ആൻഡ് ഗോസിപ്പ്. അങ്ങനെ അതൊരു കാലം. പറഞ്ഞ് കാട് കയറി. പയറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ഭക്ഷണം കഴിക്കാം. രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവ് തന്നെയാണ് കഴിക്കുന്നത്. ഉപ്പുമാവും പിന്നെ കുറച്ച് കൂടുതൽ പയറും. ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ചെറുപ്പത്തിൽ അന്ന് തൃശ്ശൂരിലായിരുന്നപ്പോൾ മമ്മി ഉണ്ടാക്കി തന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ ഉണ്ടാക്കിയായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ മസാല ഇട്ട് ഇങ്ങനെ വെച്ചായിരുന്നു. അപ്പോൾ അതും 2 പീസ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീൻസ്, നമ്മുടെ ഗാർഡനിലുണ്ടായ നമ്മുടെ ബീൻസ്, അതിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എന്താ അറിയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാം. അത് ഉണ്ടാക്കി കൈ പിടിച്ചപ്പോൾ എന്തോന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ. സോ ഇന്നത്തെ ലഞ്ച് ശരിക്ക് ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ വർക്കുകളൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്നത്തെ പോലെ രാത്രി കസേരന്ന് എഴുന്നേൽക്കുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും ഞാൻ ചിലപ്പോൾ ഒരു ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കും. എൻ്റെ ഭക്ഷണക്രമാദികളൊക്കെ ഇങ്ങനെയാണ് പോകാറ്. എല്ലാ ദിവസവും ചിലപ്പോൾ ഇങ്ങനെയൊന്നും പോകാറില്ല കേട്ടോ. ചില സമയത്തൊക്കെ ഞാൻ കൂടുതലും ഓർഡർ ചെയ്യാറുണ്ട്. ഇവിടെ വന്ന ശേഷം എനിക്ക് വല്ലാതെ ഓർഡർ ചെയ്യാനൊന്നും വരുന്നില്ല. ഫുഡൊക്കെ ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ചാലും ഒന്നാമത് ഭയങ്കര പൈസ. ഒരു 70 രൂപയുടെ മസാല ദോശയ്ക്ക് ഇവിടെ 210 രൂപ ഇട്ടിട്ടുണ്ടാവും. എന്ത് വകയിലെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഇതിന് മുമ്പ് താമസിച്ചിരുന്ന ഏരിയയിൽ ഇതിന് മാത്രം ക്യാഷ് ഇല്ല കേട്ടോ. 75 മസാല ദോശ പിന്നെ ഗീ റോസ്റ്റ് അങ്ങനെയൊക്കെ ഡിഫറൻസിൽ മാത്രമേ ക്യാഷ് ഇടുന്നുള്ളൂ. ഞാൻ ഇങ്ങോട്ട് മാറിയ ശേഷം, ഇപ്പം താമസിക്കുന്ന ഏരിയയിലോട്ട് മാറിയ ശേഷം എനിക്ക് ഭയങ്കര ഈ എന്താ പറയുക, ഫുഡുകളൊക്കെ ഓർഡർ ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ആ ട്രൈപോഡിൽ നിന്ന് ആ ഫോണെടുത്ത് മാറ്റി എല്ലാ സാധനങ്ങളൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചു. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഒതുക്കി വെച്ചു. നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാം അവിടെ ഇവിടെയൊക്കെ അലമ്പായിരിക്കുമല്ലോ. പിന്നെ ഈ സാധനം ഓഫാക്കിയില്ല എങ്കിൽ പിന്നെ അതിൻ്റെ സൗണ്ട് ലോകം മുഴുവൻ കേൾക്കാം. അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഗുണമൊക്കെ ഉണ്ടാവുമായിരിക്കും.
പാഴ്സലൊക്കെ റൂമിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാം എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾക്ക് ഞാനിതിൻ്റെ ഔട്ട്പുട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. കണ്ടോ, ഞാൻ കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ അങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്തായിരുന്നു. ഇത് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അതിങ്ങനെ ഒട്ടിച്ച് വെച്ചപ്പോൾ എനിക്കെന്തോ ഒരു സന്തോഷം. നല്ല ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. 2 ലെയറായിട്ടാണ് വരുന്നത്. വലിയ പൈസ ഒന്നുമില്ല, 100 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഒരു 12 എങ്ങാണ്ടോ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു വെച്ചു. കാരണം റൂമിനകത്ത് ഭയങ്കര എംപ്റ്റി. എന്നാൽ നമുക്ക് കൂടുതൽ വാളിൽ അങ്ങനെ തൊടാനും വയ്യ. പിന്നെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആവോ, ഡാമേജ് ആവോ, പിന്നെ അതിന് വേറെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ചെറിയ കുത്തുപണികളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നത്തെയും പോലെ ഗാർഡനിലോട്ട് എത്തി നോക്കുന്നത് എനിക്ക് ഒരു ശീലമുള്ള കാര്യമാണ്. എല്ലാ ചെടികളെയും മോന്തയും ഒക്കെ കണ്ടുകൊണ്ട് വീണ്ടും ഒരു ആശ്വാസമൊക്കെ ആയിട്ട് ഞാൻ ബാൽക്കണിയിൽ തുണി വിരിച്ചിട്ടിരിക്കുന്ന ഒന്നുമല്ല കേട്ടോ. അവിടെ ഈ ഭയങ്കര വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ, മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആകെ നനഞ്ഞ് പിണ്ടിയാവും. അപ്പോൾ ഞാനൊരു മരത്തിൻ്റെ ഒരു ഷീറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നനയണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഞാൻ ഒരു വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ കണ്ടു കുറച്ച് 2 കിളികൾ വന്നിട്ട് ഭയങ്കര ബഹളം. പയറിങ്ങനെ മുളച്ചിങ്ങനെ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ, അതുമേലേക്ക് നോക്കിയിട്ടാണ് ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെയും കരച്ചിൽ. ഞാൻ വിചാരിച്ചു ഇവറ്റുങ്ങൾ അതിനകത്ത് ഇങ്ങനെ കൂട് കൂട്ടിയോ, എന്നിട്ട് അതിനകത്ത് വല്ല ശല്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് ഇവറ്റുങ്ങൾ കിടന്ന് കരയുവാണോ ഞാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ എഴുന്നേറ്റിട്ട് ഞാൻ ആ ബാൽക്കണിയുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് നോക്കി ഇവരെന്തീ കാണിക്കുന്നതെന്നൊക്കെ. നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എന്തിനാണാവോ 2ഉം കൂടെ കിടന്ന് ഇവിടെ വന്ന് ബഹളം വെച്ച്. എൻ്റെ എല്ലാ ദിവസവും വളരെയധികം ഇങ്ങനെ സിമ്പിളായിട്ടാണ് പോകാറ്. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് വർക്കുകൾ ചെയ്യുന്നു. പുറത്തേക്കൊന്നും വലിയ പോകാനൊന്നുമില്ല. അപ്പോൾ ഈ കൊച്ചു കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ആരും എന്നെ ജഡ്ജ് ചെയ്യരുത്. എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ ആരും ബോറടിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.